ഒന്നും എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇന്ന് സന്തോഷമുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആന്റി എന്റെ മനസ്സിലിരിക്കുന്ന ആഗ്രഹം ക്രിസ്മസ് ഊണിനൊക്കെ ബാക്കി വന്ന ബീഫ് ഇരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബീഫ് തന്നെ കഴിച്ചു മടുത്തെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്യാല്ലേ. അതെ, ചായ കുടിച്ചോണ്ടാണ് അമ്മ ഇന്നത്തെ പാചകം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ക്രിസ്മസിന്റെ പിറ്റേന്ന് ഡിസംബർ 26 വൈകുന്നേരം കപ്പ തൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിസിറ്റേഴ്സ് വന്നു. വിസിറ്റേഴ്സ് ആരാന്നും പറയാം. നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണാം. ഇവിടുത്തെ അമ്മച്ചിയുടെ മൂത്ത ചേച്ചിയുടെ മോൻ്റെ ഭാര്യയും അവരുടെ മക്കളൊക്കെ US-ലാണ്. 2 പെൺപിള്ളേരും അവരുടെ കുട്ടികളുമായിട്ട് നാട്ടിലവരിപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് വന്നിട്ടുണ്ട് പെൺപിള്ളേർ. അപ്പോൾ അവരുടെ പിള്ളേരുമായിട്ട് ഒരു വണ്ടിയിൽ എല്ലാവരും കൂടെ വന്നു. അപ്പം ഞാൻ കപ്പ തൊണ്ട് കളയണേ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഇതുണ്ടാക്കി ഞാൻ കൊടുത്തു വിട്ടേനെ. അവർക്ക് എല്ലാ വീട്ടിലമ്മച്ചിയുടെ വേറൊരു ചേച്ചി സൗത്ത് പറയൂരുണ്ട്, അങ്ങോട്ടഞ്ഞ് പോയേക്കണം. അവിടെ എല്ലാം കയറി കവർ ചെയ്ത് വയറ്റിലൊരു വേറൊരു വീടുണ്ട്, അവിടെയും കയറി വെച്ച് വേണം മടങ്ങാനായിട്ട്. അപ്പം അത് കാരണം അവർ പറഞ്ഞു ഒട്ടും ഒന്നും എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ ചായയും കേക്കും കഴിച്ചേച്ച് അവർ പോയി. അവരും ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് സന്തോഷമുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൻറ്റി എബോവ് 85 ആയിന്ന് എനിക്ക് തോന്നുന്നു. 82, 84 എന്തായാലും ആയിട്ടുണ്ട്. 84 അല്ല, അതിൽ കൂടുതലായിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി ഒരു മോനും 2 മോളുമാണ്. എല്ലാവരും പുറത്താണ് പിള്ളേർ. നല്ല മെൻ്റൽ പവറായിട്ടുള്ളൊരു ആളാണ്. ഗോവയിലായിരുന്നു അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ മരിച്ചു പോയി. 2 പേരും ടീച്ചേഴ്സായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ വളരെ രസകരമായിരുന്നു. 1 മണിക്കൂറോളം ചിലവഴിച്ചു. കുറേ ഫോട്ടോസൊക്കെ അവരും എടുത്തു, നമ്മളും എടുത്തു. അത് കഴിഞ്ഞ് അവർ മടങ്ങി. അത് കാരണം ഈ കപ്പ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി വൈകി. ഞാൻ ആവുമെന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചിട്ട് വേഗം സമ്മതിച്ചില്ല. ആ പിള്ളേർക്കൊക്കെ താല്പര്യമായിരിക്കും ഇതൊക്കെ അവിടെ നിന്ന് വന്നുകൊണ്ട് കഴിക്കാൻ. അതൊന്നും പറ്റൂല, വർത്താനം പറഞ്ഞിരിക്കാമെന്നും പറഞ്ഞ് പിടിച്ചവിടെ ഇരുത്തി. അപ്പം ചായ മാത്രം കുടിച്ചു. കേക്ക് വെച്ചിട്ട് എല്ലാ വീട്ടിൽ നിന്ന് ഇതാന്നും പറഞ്ഞ് ഞങ്ങൾ കഴിച്ചുമില്ലെന്ന് തോന്നണം. അപ്പം അത് കാരണം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. കപ്പ കൊത്തി അരിഞ്ഞു, നേരത്തെ വെള്ളം ഒഴിച്ചു. വെള്ളം ഊറ്റാനുള്ളത് കൊണ്ട് അത്രയും വെള്ളം ഒഴിച്ചേക്കണം. പാകത്തിന് ഉപ്പിട്ടു, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുക്കറിൽ അടച്ച് നമുക്ക് വേവിക്കാം. എൻ്റെ മനസ്സിലിരിക്കുന്ന ആഗ്രഹം ഇത് കുഴഞ്ഞു പോവരുതെന്നാണ്. പക്ഷെ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല കേട്ടോ. എങ്ങനെയായാലും നമുക്കത് ഉണ്ടാക്കണം. അതായത് കപ്പ ഉലർത്തുമല്ല, ഈസ്റ്റർ നവാലും തന്നെ ക്രിസ്മസിന് മേടിച്ച ബീഫ് കുറച്ച് വേവിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ച് ഇനി വേവിക്കാനുള്ള പോർഷൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം വേവിച്ച പോർഷൻ ഇട്ട് നമുക്ക് ഉലർത്താം. അപ്പം അതിന് വേണ്ടിയാട്ടോ. അപ്പോൾ ഓക്കെ, പരിപാടി തുടങ്ങാം. ഇങ്ങനെ 3 വിസിലടിച്ചു. കാല് മാറ്റിക്കോ, മാറ്റിക്കോ, ആവി പൊങ്ങും. ഓ, പക്ഷെ ഇതിലെ ഐഫോൺ ആയതുകൊണ്ടേ എത്ര ആവി പൊങ്ങിയാലും അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ മിസ്റ്റ് പോകും. അതിന്റെ കാര്യമല്ല പറഞ്ഞ, കാല് നോക്കണമെന്നാ പറഞ്ഞ. കാലിലേക്ക് ഇത് അടിപൊളി അടിപൊളി. ഞാനങ്ങ് കൊണ്ടുവരാം. വേറൊരു പരിപാടി ചെയ്തിട്ട് വേണം വളർത്താൻ. ബീഫ് ഇടുവാണേ. ഞാൻ പെട്ടെന്ന് വറുത്തരപ്പാന്ന് വിചാരിച്ചു. വറുത്തരപ്പ് നാളുകളായി. 1 മിനിറ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ബീഫ് നമ്മള് കറി വെച്ചിരിക്കണതാണ്. കറിയല്ല, ഉലർത്തല്ലേ? ഉലർത്തി വെച്ചിരിക്കുന്നതാ അത്. ഉലർത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് ധൈര്യത്തോട് ഇടണത്. മറക്കട്ടെ കേട്ടോ, ഇച്ചിരി ഇടണം. ഇതുപോലെ ബീഫ് ഇങ്ങനെ ഉലർത്തി വെച്ചതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാം. അതൊരു ടെക്നിക്കാ. അത് ഫ്രിഡ്ജിൽ ഇരുന്നോണ്ട് തണുത്തിരുന്നേ ഉള്ളൂ കേട്ടോ. ഇതും കൂടെ അങ്ങ് ഇടുക. അതെ, ഞാനൊന്ന് മറിച്ചതാ. അതാ ചൂടും ഇതും കൂടെ വരുമ്പോ മിക്സിങ്. അപ്പൊ ഇതൊരു നല്ല ടെക്നിക്കാ. നല്ല ടെക്നിക്കാ. ഉലർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റിച്ചതാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ ഉലർത്തി വെച്ചിരുന്നാന്ന് മാത്രം. ഇപ്പൊ ക്രിസ്മസ് ഊണിനൊക്കെ ബാക്കി വന്ന ബീഫ് ഇരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബീഫ് തന്നെ കഴിച്ചു മടുത്തെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്യാല്ലേ? അതെ, ചെയ്യാം. അതൊരു നല്ല പരിപാടി കേട്ടോ. ഇനി എന്നെ ചെയ്യണ്ടേന്ന് അറിയാമോ? കണ്ടോ, കാണിച്ചു തരാം. എല്ലായിടത്തേക്കും കൂടെ ഒന്നങ്ങ് മിക്സിങ്. അത് ഈ കയ്യിലല്ല, വേറെ കയ്യിൽ വേണം. അല്ലേ, നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. ഒന്ന് ചൂടാക്കണമായിരിക്കും അല്ലേ? വേണ്ട വേണ്ട, ശരിയാക്കാം. നമുക്ക് ഇച്ചിരി പെരണ്ടിരിക്കണ്ടേ? പിന്നൊരു പണി ചെയ്യണം. കാണിച്ചു തരാം പണിയൊക്കെ. പണിയൊക്കെ അമ്മയുടെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ. പിന്നെ അല്ല, ആരോടായി കളി? ഇപ്പൊ കൊണ്ടുവരാം. കളി തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് കുഴച്ചിൽ പോലെ എടുക്കാമെന്ന് ഓർത്ത്. എനിക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്നതായിരുന്നു ഇഷ്ടം. പക്ഷെ കപ്പ 3 വിസിലടിച്ചപ്പോഴത്തേക്കും ശരിക്കും വെന്തു. പിന്നെ വെള്ളം ഊറ്റി ബീഫും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കുഴയൽ പോലെയായി.
അപ്പൊ നമുക്ക് ഈ കടകളിലൊക്കെ കിട്ടണ പോലെ ആയി ഇപ്പൊ വിട്ടുവിട്ടിരിക്കൂല. അപ്പൊ ഒരു സ്വല്പം ഒരു പൊടിക്ക് മാത്രം ഡ്രൈ ആയിട്ടിരിക്കാതിരിക്കാൻ ചെറു ചൂടുവെള്ളം മതി. ഇച്ചിരി വെള്ളം ചേർത്തു എന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇനി നമുക്കൊന്ന് ഈ കൈലി കൊണ്ടൊന്ന് ഇളക്കണം. അത് എല്ലായിടത്തേക്കും ഒന്ന് ഇതാവാനേ അത് വേണം. പിന്നെ നമുക്ക് ഉലർത്താൻ നോക്കാം. ഞാൻ 2 തരം ഉള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഉലർത്താനുള്ള പാത്രം ഇങ്ങോട്ട് എടുത്ത് വെക്കാം. 2 തരം ഉള്ളി ഇട്ടു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 തരം ഉള്ളി ഇട്ടിട്ടുണ്ട്. ഞാൻ വേപ്പില കഴുകി വെച്ചത് ഞാൻ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ഇച്ചിരി ഗരം മസാലയും കൂടെ ഇടണം ഉലർത്തുമ്പോ. അതിനാ ഗരം എടുത്തോണ്ട് വന്ന് വെച്ചു. ഇച്ചിരി മീറ്റും കൂടെ ഇട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇച്ചിരി മീറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ. നിങ്ങൾ ഈ ഗരം മസാല ഇടുമ്പോ മീറ്റ് മസാലയൊക്കെ ഇടാറുണ്ടോ? അമ്മ ഇവിടെ ഗരം മസാല മാത്രമേ ഇടുള്ളൂ. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്തിരി മീറ്റ് മസാലയും കൂടെ ഇട്ടോളാം, നല്ല ടേസ്റ്റ് കിട്ടും. 6 മണിയായി കഴിഞ്ഞ പിന്നെ അപ്പയ്ക്ക് കഴിക്കാൻ മടിയാ. കപ്പയായതുകൊണ്ട് ഹെവിയാന്ന് പറയും. 6 മണിയായില്ലേ? 6 മണിയായി. അവര് മക്കള് പുറത്തുനിന്ന് വന്നപ്പോ ആന്റി കൊണ്ടുവന്നാട്ടോ മക്കളെയൊക്കെ ആയിട്ട് എല്ലാ വീടുകളിലും. അതായത് ഞങ്ങളുടെ വീട് മാത്രമല്ല, അമ്മച്ചിയുടെ ചേച്ചിയുടെ വീട് സൗത്ത് പറവൂരുണ്ട്. പിന്നെ അമ്മച്ചിയുടെ വേറൊരു ചേച്ചിയുടെ മോള് വെട്ടിക്കൽ താമസിക്കുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടാ പോയേക്കണേ. പിന്നെ വേറൊരു ചേച്ചി വയറ്റിൽ താമസിക്കുന്നുണ്ട്. ആ വീട്ടിൽ ലാസ്റ്റ് ആ വീട്ടിൽ കയറിയേച്ച് നെടുമ്പാശ്ശേരിയിലേക്ക് പോകും. എരിവ് മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി. പെട്ടെന്ന് ഇടുക കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു. മീറ്റ് മസാല, ഗരം മസാല പറഞ്ഞു തരണോ? അമ്മ വളരെ കോൺസെൻട്രേറ്റഡ് ആതാ, ഞാൻ മിണ്ടാത്തതാട്ടോ. അല്ലെങ്കിൽ സമയം വൈകിയാലേ ഒക്കെ കരിയും, പിന്നെ ടേസ്റ്റ് മാറും. ചതച്ച മുളക് പൊടി വേണ്ടല്ലോ? വേണ്ട, എരിവ് ഓൾറെഡി ഉണ്ട്. എന്നാ കുഴപ്പമില്ല. ഇനി ഒരു ഇളക്കലുണ്ട്, അതിലാണ് കാര്യം ഇരിക്കുന്നത്. അങ്ങനെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്ന കപ്പ ഇളക്കി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ മിണ്ടുന്നതല്ല. അപ്പ എന്തോ മൂളുന്നുണ്ട്. ആയില്ലേന്നായിരിക്കും. കുഴയുണ്ടാന്ന് വിചാരിച്ചെങ്കിൽ ഇച്ചിരി കുഴഞ്ഞൂലേ? ഇത്രയും കുഴയാൻ പാടില്ല. നമ്മുടെ കണക്കിന് കുഴയണത് ഇഷ്ടമുള്ളവരുണ്ടാവും. ഇവിടെ ഈ കണക്കിന് കുഴയണ ഇഷ്ടമല്ല. പക്ഷെ കപ്പ 3 വിസിലടിച്ചപ്പോഴത്തേക്കും അത് കുഴഞ്ഞു. അതായത് കപ്പ ഇറച്ചി ഉണ്ടാക്കുമ്പോ കപ്പ വിട്ടുവിട്ടിരിക്കണം എന്നാണ് അപ്പ പറയണേ. കറികൾ ഉണ്ടാക്കുമ്പോ കുഴഞ്ഞിരിക്കണം. അമ്മച്ചിയുടെ രീതി അത് ഇവിടെ. അതെ അത്രേ ഉള്ളൂ. പക്ഷെ കപ്പ ഇറച്ചിക്ക് വിട്ടുവിട്ടിരിക്കണം. അതിപ്പോ അപ്പയ്ക്ക് അതായത് അപ്പയുടെ അമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഓരോരോ രീതികളാണ്. ചെറുപ്പം മുതലേ ശീലിക്കുന്ന രീതിയല്ലേ എല്ലാവർക്കും താല്പര്യം. ഇതിപ്പോ ആരെയും അതിന് ഇത് പറയാൻ പറ്റൂല. ആ രീതി ഫോളോ ചെയ്യണം. എനിക്കിപ്പോ വിട്ടിരുന്നാലും കുഴപ്പമില്ല, കൂടി പിടിച്ചിരുന്നാലും കുഴപ്പമില്ല, രുചി ഉണ്ടായാൽ മാത്രം മതി. എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വലിയ നിബന്ധനകളൊന്നും ഇല്ല. അപ്പൊ ഇനി അപ്പയ്ക്ക് കൊടുക്കാം. ഓഫ് ചെയ്യട്ടെ? അഭിപ്രായം ചോദിച്ചാരെ. പറയാനൊന്നുമില്ല. അപ്പൊ പറയും കുഴഞ്ഞു, പക്ഷെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളൂ. നീ ഇച്ചിരി കഴിച്ചോ. പരിപാടിയുടെ നോക്കട്ടെ. അപ്പച്ചമ്പ് കഴുകട്ടെ. രുചിയുണ്ടോ? ഞാൻ പറഞ്ഞു ഇച്ചിരി മീറ്റ് മസാല ഇടാൻ, അത് ഇട്ടായിരുന്നു. അതിന്റെ ടേസ്റ്റ് ഇല്ലേ? സാധാരണ മീറ്റ് മസാല അങ്ങനെ ഇടാറില്ല. ഇച്ചിരി കുഴഞ്ഞു പോയി.
കപ്പയിറച്ചിയുടെ രുചി പിന്നെ പറയണ്ടല്ലോ, ഗംഭീരമായിരുന്നു. പിന്നെ കളർ ഇത്തിരി കുറവാണ് എന്ന് കരുതി അത് ഡീഗ്രേഡ് ചെയ്ത് കാണണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് കുറവായതിൻ്റെ കാരണം പറയാൻ, നമ്മൾ മുളക് പൊടി കുറയ്ക്കുകയും കുരുമുളക് പൊടി കൂടുതൽ ഇടുകയും ചെയ്തിരുന്നു. എന്ന് വെച്ച് ഓവർ സ്പൈസി എന്നല്ല ഉദ്ദേശിച്ചത്, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എരിവിനനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പക്ഷേ സാധാരണ നമ്മൾ മുളക് പൊടി ആണ് മേജർ പാർട്ട് ഇടാറ്. കുരുമുളക് പൊടി ഒരു ഇത്തിരിയൊക്കെ ചിലപ്പോൾ ഇടുകയുള്ളൂ. പക്ഷേ ഇത് മേജർ പാർട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ടത്. അപ്പോൾ കൂടുതൽ എരിവാവാതിരിക്കാൻ വേണ്ടി മുളക് പൊടി കുറയ്ക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കളർ ഇത്തിരി കുറവ് കാണുന്നത്. അത് വിചാരിച്ചിട്ട് നമുക്ക് അത് ഡീഗ്രേഡ് ചെയ്ത് ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ. ചില ഫുഡ് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അപാര ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ വലിയ ലുക്ക് ഉണ്ടാവില്ല അല്ലേ. അതുപോലെ പിന്നെ ചിലർ ചോദിച്ചിരുന്നു ബീഫ് തീരെ കുറവാണല്ലോ എന്ന്. ഞങ്ങൾ ഒരുപാട് ബീഫ് കപ്പയിറച്ചിയിൽ ഇടില്ല കേട്ടോ, വളരെ കുറച്ച് ബീഫ് മാത്രമേ ഇടുള്ളൂ. കാരണം കപ്പയിറച്ചി എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഹെവി ആണല്ലോ. അപ്പോൾ എന്നിരുന്നു കഴിഞ്ഞാലും നല്ല കിടിലൻ ടേസ്റ്റായിരുന്നു, ഒന്നൊന്നര രുചി തന്നെയായിരുന്നു. നല്ല മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചായയും പിന്നെ കപ്പയിറച്ചിയും, പുറത്ത് നല്ല മഴയും വേണം വൈബിന്, അപ്പം നല്ല സെറ്റാവും. അമ്മ കഴിക്കാൻ എടുക്കുവാണ്. ഞാൻ വട്ടയപ്പം വേവിക്കാൻ ഒരെണ്ണം വേവിച്ച് വാങ്ങി, ഒരെണ്ണം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, ഒരെണ്ണം വേവിക്കാൻ അടുത്തത് ഒരെണ്ണം ചെറുതും കൂടി ഉള്ളതും കൂടെ വേവിക്കാൻ വെച്ചാണ് കപ്പയിറച്ചി എടുത്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ശരിയാവൂല ഇങ്ങനെ ഇതൊന്ന് കടന്നു കഴിഞ്ഞാൽ. അതിൻ്റെ ഇനി ഇഷ്ടം പോലെ കപ്പയിറച്ചിയും ബാക്കി ഇരിപ്പുണ്ട്. നമ്മളധികം കഴിക്കുന്നവരല്ല കേട്ടോ, അതാ നാളെ എടുക്കാൻ. ചിലർ ചോദിക്കാറുണ്ട് ഇത്രയൊക്കെ മതിയോന്ന്. ധാരാളം മതി, കാരണം പല ഭക്ഷണങ്ങളും കഴിക്കും. അതെ അതെ അതെ. കാരണം ഇത് മാത്രല്ല നമ്മൾ കഴിക്കണേ, വേറെ പല ആഹാരവും കഴിക്കും. പിന്നെ അങ്ങനെ ഒത്തിരി നമ്മൾ കഴിക്കില്ല കേട്ടോ. നമ്മുടെ അപ്പിറ്റൈറ്റ് ഒക്കെ വളരെ കുറവാ. വൈവിധ്യങ്ങൾ പലതും കഴിക്കുന്നുള്ളൂ വട്ടയപ്പം. നാളെ അപ്പൊ അതാണ് അതിന്റെ ഉത്തരം കേട്ടോ. പിന്നെ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും. പഴമുണ്ട്. അതെ. അപ്പൊ ഈ ഒരു ആഹാരം തന്നെ നമ്മൾ കൂടുതൽ കഴിച്ചാല് ബാക്കി ഇവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ വേസ്റ്റ്, പഴം കപ്പങ്ങാപ്പഴം ഒക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ വേസ്റ്റ് ആക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് കഴിച്ചിട്ട് എല്ലാ വിധത്തിലുള്ള ഫുഡും നമ്മൾ കഴിക്കൂല്ലേ. അതാണ് നമ്മൾ ചെയ്യണം. കഴിച്ചോളൂ. കഴിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോവാ. അതാ നല്ലത്. ഇനി പറ്റൂല ഇവിടെ നിൽക്കാൻ, പതിനെട്ട് അവിടെ ഇരിക്കാം. ഇച്ചിരി കുഴഞ്ഞു പോയെന്നേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അപ്പ പറഞ്ഞു വളരെ നന്നായിട്ടുണ്ടെന്ന്. അതാ നീ പറഞ്ഞ അനുസരിച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ടില്ലേ, അതായിരിക്കാം ഒരു പക്ഷെ. ഓക്കെ ഓക്കെ.